നമസ്കാരം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും ഒരു പക്ഷേ സമാധാന അന്തരീക്ഷത്തോടുകൂടി ഉദ്യോഗത്തിൽ പുനർനിയമനം നേടുവാനും യോഗം കാണുന്നു. വിദേശത്തെ അനിഷ്ടാവസ്ഥകളും മാന്ദ്യാവസ്ഥകൾക്കും സ്വല്പം ആശ്വാസമുണ്ടാകുന്നത് വഴി വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായ മേഖലകൾ പുനരാരംഭിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ 2-3 ചർച്ചകൾ വേണ്ടി വരുമെങ്കിലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഒരു പൂർണ്ണമായിട്ടുള്ള തൃപ്തിയായിട്ടുള്ള രീതിയിൽ അത് ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു തീരുമാനം കൈക്കൊള്ളുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും. സാമ്പത്തികമായിട്ടുള്ള അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കും. തൊഴിൽ മേഖലകളിൽ ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകും. മേലുദ്യോഗസ്ഥൻ മറ്റൊരു ഉദ്യോഗം നേടിപ്പോയതിനാൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ, കരാർ ജോലികൾ എന്നിവ ഏറ്റെടുക്കുന്നത് പ്രതീക്ഷിച്ച നേട്ടം കുറയും എന്നറിഞ്ഞതിനാൽ വിദഗ്ധരിൽ നിന്നും അറിവ് നേടിയതിനാൽ തൽക്കാലം ഉപേക്ഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നത് ഗുണകരമായി തീരും. കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം, സുഖഭക്ഷണം, സുഖസുഷുപ്തി എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി വിപുലീകരണം മനസ്സിൽ ഉദ്ദേശിക്കുവാനും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുവാനുമുള്ള അവസരം ഈ ഫെബ്രുവരി മാസത്തിലുണ്ടാകും. എന്നാൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും പണം മുതൽ മുടക്കുന്നതും ഒരു പക്ഷേ ജൂൺ മാസത്തിന് ശേഷമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിരുന്നാലും അതിനു വേണ്ടിയിട്ടുള്ളൊരു ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെടുവാനും ദീർഘകാല സുരക്ഷ പല വിധത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും യോഗമുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ആചാര്യസ്ഥാനം വഹിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. ഏതൊരു കാര്യവും യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസകരമായ അന്തരീക്ഷം സംജാതമാകും. പൗരാണിക സമ്പ്രദായവും ആധുനിക ശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് പല കർമ്മ മേഖലകൾക്കും രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.